വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 13 നമ്മുടെ ചാക്കോച്ചൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ചാക്കോച്ചൻ്റെ ആയിക്കോട്ടെ തോമുൻ്റെ ആയിക്കോട്ടെ കഴിഞ്ഞ് പോയ ബർത്ത്ഡേകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ രണ്ട് മക്കളും എൻ്റെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എൻ്റെ ഒരു മിറാക്കിൾ ബേബീസാണ് കേട്ടോ. തോമു കുറച്ചും കൂടെ സ്പെഷ്യലാണ് ആ കാര്യത്തിൽ. പക്ഷേ ചാക്കോച്ചനെ നമുക്ക് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു ടൈം ദൈവം നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ് ചാക്കോച്ചൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സമയത്താണ് അവൻ്റെ ഒരു എൻട്രി. അവൻ്റെ ആ ഒരു വരവിൻ്റെ സമയത്ത് നമ്മൾ കുറേ ആലോചിച്ചിരുന്നു. പിന്നെ ഹെൽത്ത് വൈസ് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പറഞ്ഞ PCOD ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചാക്കോച്ചൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ കുറച്ചധികം വെറീഡായിരുന്നു. ഹെൽത്ത് വൈസ് ആയാലും തോമു എന്ത് ചെയ്യും, തോമുവിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത് അവനും വിഷമം വരാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ കുറേ ആലോചിച്ച് നിരാശപ്പെട്ടിരുന്ന സമയങ്ങളായിരുന്നു ചാക്കോച്ചൻ്റെ. പിന്നെ ചാക്കോച്ചൻ്റെ സമയത്ത് എനിക്ക് ഹെൽത്ത് വൈസും അത്ര ഞാൻ ഓക്കെ അല്ലായിരുന്നു. എപ്പോഴും ക്ഷീണം ഛർദിൽ ഒക്കെ ആയിട്ട് എനിക്ക് നല്ല സുഖമായിരുന്നു ചാക്കോച്ചൻ്റെ സമയത്ത്. ഇന്ന് എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട് പറയാം, ചാക്കോച്ചനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവനെ കണ്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ തോമുവിന് ഇഷ്ടമില്ലെന്നല്ല കേട്ടോ. പക്ഷെ ചാക്കോച്ചനോട് നിങ്ങൾ കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കൂടുതൽ മനസ്സിലാവും. അവൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡേ 1 തൊട്ട് അവൻ്റെ കൂടെ ഉണ്ടല്ലേ. തോമുവിനെ നിങ്ങൾ പിന്നെ ഒരു 3 മാസം തൊട്ടാണ് കണ്ടു തുടങ്ങിയത്. പക്ഷേ ചാക്കോച്ചനെ ബൈ ദ ഡേ 1 തൊട്ട് നിങ്ങളിലെ ഒരാളായിട്ട് നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ ഓരോ കാര്യങ്ങളും ഇതിനിടയ്ക്ക് അവൻ 2-3 പ്രാവശ്യം ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു. കുറേ അവൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ്റേതായ പ്രായത്തിൻ്റെ അവൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ചാക്കോയുടെ ഒരു പ്രഗ്നൻസി ടൈമിലാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വന്നു തുടങ്ങി. ഫ്രീഡം എന്നല്ല, എനിക്ക് ഫിനാൻഷ്യലി പറ്റും, എനിക്ക് കുറച്ചും കൂടെ ഒരു മുന്നോട്ട് വരാൻ പറ്റും. ഇതൊന്നുമല്ല എനിക്കിവിടെ ഞാൻ നിൽക്കേണ്ടതല്ല, എനിക്ക് കുറച്ചും കൂടെ പറ്റും ചെയ്യാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ചാക്കോച്ചൻ്റെ സമയത്താണ്. എന്തെങ്കിലും ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഡോൺ ചേട്ടനൊരു ബേർഡൻ ആവരുത് എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ആൾക്കാരെടുക്കുന്ന രീതി പലതാണെങ്കിലും എനിക്ക് ഉദ്ദേശിച്ച ശുദ്ധി ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെയാണ്. എന്നെപ്പോലെ തന്നെ കുറേ പെൺകുട്ടികളുണ്ട്. ഇനി പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറേ പെണ്ണുങ്ങൾ ഉണ്ട് ഇതുപോലെ സ്വന്തമായി ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ്, ഡിവൈൻ ഇപ്പോൾ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതും അതുപോലെ അമ്മയ്ക്ക് ഫോൺ വാങ്ങിച്ചു കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായെന്നുള്ളത്. എനിക്ക് അതിലധികം സന്തോഷമുണ്ട്. കാരണം എന്നെ അതുപോലെ കൊണ്ടുവന്നവരാണ്, എസ്പെഷ്യലി എൻ്റെ അമ്മ. അച്ഛന് റോളില്ലെന്നല്ല, പക്ഷേ അമ്മ എൻ്റെ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ എന്നെ സ്റ്റിൽ നൗ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അമ്മയ്ക്ക് എപ്പോഴും ബെസ്റ്റായിട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അടുത്ത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തായിരിക്കും ഇഷ്ടം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു മൈൻഡാണ് ഇപ്പം എൻ്റെ ഉള്ളത്. അമ്മേനെ എനിക്ക് ആരും വിഷമിപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഞങ്ങൾ നല്ലപോലെ വഴക്കുണ്ടാക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ ദേഷ്യപ്പെടും. കാരണം കല്യാണത്തിന് ശേഷം പറഞ്ഞേ കുറച്ചധികം ഞാൻ ഒതുങ്ങിപ്പോയതാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്യായിരുന്നു അമ്മയുടെ അടുത്ത്. ഇപ്പോഴായാലും അമ്മ ചെയ്യുന്ന തെറ്റ് കണ്ടാൽ, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവർ റെപ്പിറ്റേഷൻ പറയേണ്ടി വരുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരാനും, നമ്മുടെ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ശരിയുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ ഞാൻ പറയും കേട്ടോ. പക്ഷേ എനിക്കറിയാം അമ്മയ്ക്ക് അമ്മ പറയും പ്രായമായി മോളെ, അതിൻ്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ്. അത് കേൾക്കുമ്പോൾ സങ്കടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. എനിക്ക് അച്ഛൻ്റെ അടുത്ത് അതിലേറെ ഫ്രീഡം ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും എനിക്കത് പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ ടേക്ക് കെയർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അമ്മ അങ്ങനെ ചെയ്യരുത്, അമ്മ ഇങ്ങനെ ചെയ്ത് നോക്ക്, അമ്മ എന്തിനാണ് ബാങ്കിൽ പോയി ഡീലിങ്സ് ചെയ്യുന്നത്, ATM എടുക്കാത്തത്. എനിക്കതൊക്കെ ഭയങ്കര നിർബന്ധങ്ങളുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെയും എനിക്ക് വളരെ ഹാപ്പിയായിട്ട് എൻ്റെ അമ്മ എന്നെ വളർത്തിയ പോലെ കുറവറിയണം, പക്ഷേ ബുദ്ധിമുട്ടാൻ പാടില്ല. അവരത് ആഗ്രഹിച്ചിട്ടത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവും, കിട്ടിയിട്ടുള്ള സന്തോഷം എനിക്ക് മനസ്സിലാവും കേട്ടോ. ശരിക്കും ചാക്കോ ഒരു വർഷം കൊണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും, എൻ്റെ കുറേ ആഗ്രഹങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാനും എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ എല്ലാം ഒരു ക്രെഡിറ്റ് ചാക്കോയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് തോമുവാണ് കേട്ടോ. 2 വർഷം ഓടിപ്പോയി. നിങ്ങളുടെ ചാക്കോച്ചൻ മൺഡേ തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങുകയാണ്.
ഇതുവരെ എങ്ങനെ അവനെ സ്നേഹിച്ചോ ഇനിയും നിങ്ങൾ അതുപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്, പിള്ളേർ നല്ല മേളാണ് കേട്ടോ. അപ്പം ഒച്ചയും ബഹളമായി. അപ്പോൾ അവിടെ ടി വി കാണുന്ന സമയമാണ്. പിന്നെ ഇവർ ബഹളം വെച്ചാൽ പൊതുവെ എല്ലാവർക്കും കൂടെ പിടിക്കില്ല. ഇപ്പം എനിക്കായി പോലും പിടിക്കില്ല. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു അവരെ റൂമിൽ കയറ്റി മിണ്ടാട്ടി ഇരുത്തിയാൽ അവർ ഉറങ്ങിക്കോളും, മിണ്ടാണ്ടിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആണ്. ഭയങ്കര ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റാണ്. ഡെക്കറും കേക്കും. അമ്മ വരും. അമ്മയോട് അമ്മ ആദ്യം ചൊവ്വാഴ്ചയോട് ചോദിച്ചു ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വന്നതല്ലേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് അത്ര ഓക്കെ അല്ല ഹെൽത്ത്. പിന്നെ മമ്മി ഇന്ന് പറഞ്ഞു വരാൻ പറയുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു. അച്ഛനെ കൂടെ വിളിച്ചു. പക്ഷേ അച്ഛന് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതോട് വലിയ താല്പര്യവുമില്ല. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആൾക്ക് ടൈമിന് ഫുഡ് കഴിക്കണം, ചോറ് കിട്ടണം, പുറത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ആ ആൾക്ക് വേണ്ടി ചോറും കറിയും വെക്കാൻ നിൽക്കണം. പിന്നെ അച്ഛന് പൊതുവെ വേറൊരിടത്തേക്ക് പോകണതും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ വരില്ല, അമ്മയെ വരുവുള്ളൂ. ഇനിയിപ്പോൾ അതിനൊരു നമ്മുടെ ചേച്ചി വന്ന് ചോദിക്കും എന്തേ ചാച്ചനെ കാണിക്കാത്തേ, ചാച്ചൻ വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചാച്ചനെ കാണിക്കാത്തത്. ചാച്ചനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ചൊരു ദിവസം പോവാം. അപ്പോൾ ചാക്കോച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവന് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ. മമ്മി, പിന്നെ അക്കിയും പേപ്പനും, അവരാണ് അവൻ്റെ മെയിൻ താരം. അക്കിയും പേപ്പനും ചേച്ചിയും. ഇവരെ 3 ആവശ്യങ്ങൾക്ക് അവന് ആവശ്യമുണ്ട്. അക്കീനെ സോപ്പിടുക, പേപ്പൻ കൂടെ കളിക്കുക, ചേച്ചി ഭക്ഷണം കൊടുക്കുക. അവനെ ശരിക്കും ഒരു പ്രായം തൊട്ട് അവർ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തു. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട് കേട്ടോ. പേപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടി ചാവും, അങ്ങനെയാണ്. അവൻ വാശി പിടിക്കുമ്പം പറയണ ഒരു പേപ്പർ, ഇതേ പേപ്പർ വരുന്നുണ്ട് പോയി നോക്കിക്കേ. അതോടെ കഴിഞ്ഞു ചാക്കോച്ചൻ്റെ കരച്ചിൽ. അപ്പം അവൻ്റെ കുറച്ചധികം നാളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 months തൊട്ടല്ലേ ആദ്യമായിട്ട് അങ്ങനെയാണ് അവിടെ പോയി നിന്ന് അവൻ ശീലിക്കണത്. അപ്പം തൊട്ട് ഇന്ന് വരെ അവൻ്റെ വേറൊരു വീട് അല്ലെങ്കിൽ വേറൊരു ലോകം എന്ന് പറഞ്ഞാൽ അവരാണ് കേട്ടോ. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ കുറേ ആവശ്യങ്ങൾക്ക് അവരെൻ്റെ മോനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അപ്പം മമ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോഴത്തേനും അക്കി പോലും അക്കി രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്, മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതാണ്. സോ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷേ ചാക്കോച്ചൻ വരുന്ന ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ചാക്കോച്ചനെയും കാത്തിരിക്കും കേട്ടോ. ചേച്ചി ആയിക്കോട്ടെ, ചേച്ചിക്ക് ഒരു മടിയില്ല. ചാക്കോച്ചനെ പൊന്നു പോലെ നോക്കും. വരുമ്പോഴായാലും അവിടെ നിന്ന് വരുമ്പോൾ ടാറ്റാ ബൈ ബൈ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വരുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ അവിടെ ആക്കിയ ഇടയ്ക്ക് പോലും ഞാൻ വിളിച്ച് ചോദിക്കാറില്ല. കാരണം എനിക്കൊരു ഉറപ്പാണ് അല്ലേ, അവനവിടെ നിൽക്കും, അവനവിടെ സേഫ് ആയിരിക്കും, അവർ പൊന്നുപോലെ നോക്കും എന്നുള്ളൊരു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഏഞ്ചലും ഡയോൺ ചേട്ടനും ഒക്കെ കൂടി ആയപ്പോൾ അവനൊന്നും കൂടെ സന്തോഷമായിട്ടോ. ഏഞ്ചൽ ഭയങ്കരമായിട്ട് പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം അത് അവന് ഭയങ്കര സന്തോഷമായി. പക്ഷെ അവർ വന്നതിന് ശേഷം ഞാൻ കുറച്ചു വിടുന്നത്, കാരണം അവർ കുറേ നാളുകൾക്ക് ശേഷം വന്നിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവനും ബെന്നു പോയി അക്കിയുടെ മടിയിലിരിക്കുമ്പോഴൊക്കെ അവനും ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടല്ല കേട്ടോ, അവർക്കൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പം എൻ്റെ ചാക്കോൻ്റെ ജേണിയിൽ അവർക്കും നല്ലൊരു പാട്ടുണ്ട്. അവനെ പൊന്നുപോലെ സേഫായിട്ട് നോക്കുന്നതിന് ഞാൻ ഒരുപാട് നന്ദി ഇപ്പം പറയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോ എന്ന് പറയാം, അതായത് അക്കിക്കും പേപ്പനും വേണമെങ്കിൽ നോ, അതിൻ്റെ ആവശ്യമില്ല. അവരുടെ മകന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരവനെ എന്താ പറയുക, ഒരു മൂഡ് മാറ്റുന്ന ആൾ അല്ലെങ്കിൽ ഹാപ്പി ആക്കണ ഒരാളായിട്ടാണ് അവർ കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർ 3 പേരുള്ളവർക്ക് വേറെ ലോകമില്ല. ഇവൻ ചെല്ലുമ്പോൾ ഇവൻ്റെതായ കളികളും. പിന്നെ പേപ്പൻ പറയാം പറഞ്ഞാൽ കേൾക്കും, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാധനം എടുത്ത് വലിച്ചിടില്ല, ചേച്ചി പറയും ഒരു സാധനത്തെ അവൻ തൊടില്ല, പറഞ്ഞാൽ കേൾക്കും. സമയമാകുമ്പോൾ ഭക്ഷണം പറഞ്ഞാൽ കേട്ടാൽ തന്നെ നമുക്ക് കുറേ ആശ്വാസമാണല്ലേ. വാശിയൊക്കെ പിടിച്ച് അവനങ്ങനെ ഫോണിനോടോ അങ്ങനെയൊന്നും ഒരു ക്രേസും ഇല്ല. അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചാക്കോനെ ഇത്രയും നാളും സ്നേഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോഴും ഞാൻ വീട്ടിൽ പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയുടെ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് കണ്ടത്. ചാക്കോച്ചനെ മിസ് ചെയ്യുന്നു ആൻറ്റി, ചാക്കോച്ചനെ കാണാൻ കൊതിയാവണു. അതിന് ശേഷം ഞാൻ വീഡിയോ ഇടുമ്പോൾ ചാക്കോച്ചനെ കണ്ടപ്പോൾ സമാധാനമായി. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അവൻ വർത്താനം പറയുന്ന വീഡിയോ ഇടുമോ, അവൻ കളിക്കണ വീഡിയോ ഇടുമോ. ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കാർട്ടൂണോ അല്ലെങ്കിൽ ബിഗ് ബോസോ അല്ലെങ്കിൽ ന്യൂസോ ഒക്കെ കാണും. അപ്പം കോപ്പിറൈറ്റ് നമുക്ക് ഒബ്വിയസ്ലി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ചാക്കോച്ചനെ ഇത്രയും നാളും സ്നേഹിച്ചതിനും
ലാളിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മക്കളെയും നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ടും സ്നേഹിക്കുക. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും പഠിത്തത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടയ്ക്കൊക്കെ ഓർക്കുക. അപ്പം നാളെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഫുഡ് പുറത്ത് പോയി കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ 99% നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്ര കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. കേക്ക് കട്ടിങ് ഞാൻ കേക്ക് ഒബ്വിയസ്ലി നമ്മുടെ സ്റ്റാൻലി ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ പോയത് വാങ്ങിക്കണം. ഡെക്കർ വന്നിരിപ്പുണ്ട്. നമ്മുടെ ഡെക്കർ ഓട്ടോമാറ്റിക്കലി എസ്തറ്റിൽ നിന്നായിരിക്കും, അത് വന്നിരിപ്പുണ്ട്. ഡ്രസ്സ് ഞാൻ വീട്ടിൽ പോണതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും, ചാക്കോയ്ക്കും തോമൂനും പാച്ചുനും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡൗൺ ചേട്ടൻ ഞാൻ പറഞ്ഞ വെട്ടി ആനിവേഴ്സറിക്ക് കൊടുത്ത ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്തിടണം എന്നിങ്ങനെ ഞാനിങ്ങനെ ഒരു ചോദിച്ചിനായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവരും പുതിയതിടുമ്പം ഞാനും പുതിയതിടാം എന്ന് വിചാരിച്ചു. എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ, ഒന്ന് പർച്ചേസിന് പോകാനോ അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വെൽഫാസ്റ്റിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എപ്പോഴും പറയട്ടോ, ഞാൻ വെൽഫാസ്റ്റ് ചൂസ് ചെയ്തതിൻ്റെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അവരുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും. പിന്നെ എനിക്ക് കൂടുതലും ഡെലിവറി എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക നമ്മുടെ ഡോക്ടർ സോമൻ ഡോക്ടറിനെയാണ് കേട്ടോ, നമ്മുടെ അനസ്തീഷ്യസ്റ്റ്. എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് സോമൻ ഡോക്ടറാണ്. വീഡിയോ കാണാനൊന്നും ഒരു ചാൻസും ഇല്ല, പക്ഷെ ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സോമൻ ഡോക്ടറെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എൻ്റെ ആ ഡെലിവറി ടേബിളും ഡോക്ടറുമായിട്ടുള്ള വർത്തമാനങ്ങളും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിശന്ന് കണ്ണിങ്ങനെ തളർന്നു പോകുമ്പം ഡോക്ടറാണ് എന്നെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ ത്രൂ ഔട്ട് ആ ഡേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കഴിയണ വരെ. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ ഇട്ടപ്പോഴും വന്ന് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് ഡോക്ടറിനെ ഓർമ്മയുണ്ടെങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ ഗൈനോയേക്കാളും കൂടുതൽ എനിക്ക് പ്രിഫറൻസ് കൊടുക്കുക സോമൻ ഡോക്ടർക്കായിരിക്കും. അത്രയ്ക്കും ലവബിളായിരുന്നു. കാരണം അവർക്കറിയാം ആ ഒരു സമയത്ത് ഞാൻ ബ്രേക്ക് ആയാൽ അവരുടെ മരുന്ന് മറക്കിയില്ല, നമ്മുടെ മനസ്സും തളർന്നു പോകും. ഓക്കെ, അപ്പം തോമുൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. എനിക്ക് ഓർക്കാൻ പറ്റില്ല, നമുക്ക് ഓർത്താലും സങ്കടമാണ്. അതൊക്കെ കഴിഞ്ഞ് അവനെ നിങ്ങളെല്ലാം ലാളിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ മുത്താണ്, ചക്കരയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര പ്രൗഡ് ഫീലിംഗ് എനിക്ക് വരാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ചിലതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നാറുണ്ട്. അവനെ എനിക്ക് വല്ല ബുദ്ധിമോശം തോന്നിയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ കുറേ ഫീറ്റസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ PCOD കാരണമുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ തോമോനെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിലും പല സൈഡിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ചാക്കോച്ചനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരിക്കും ഏറ്റവും കുറവ് ഹോസ്പിറ്റൽ വിസിറ്റ് ഞാൻ നടത്തിയിട്ടുണ്ടാവുക. തോമോൻ്റെ സമയത്ത് ഞാൻ 9 മാസവും ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയൊരു വിസിറ്റ് നടത്താറുണ്ട്. ചാക്കോച്ചനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ് ആകെ 1, 2, 3 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള 9 മാസത്തിനിടയ്ക്ക്. വെൽഫാസ്റ്റിൽ ഒരു 2 പ്രാവശ്യം പോയി പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ എല്ലാം നല്ലതിനാണ്. എന്താ പറയുക, എൻ്റെ അപ്പൻ്റെ പേരാണ് ഇട്ടത്. അമ്മ ചോദിക്കും നീ എന്തിനാ ചാക്കോ ഇട്ടത്, ആൻ്റണി എന്ന് വല്ല ഇട്ടാൽ പോലെയായിരുന്നു. കാരണം ഇവിടെ ഡാഡിയുടെ പേരാണെങ്കിലും കൂടുതലും അപ്പാപ്പൻ്റെ പേരാണ്, മമ്മിയുടെ അപ്പൻ്റെ പേരാണത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയുടെ അപ്പൻ്റെയും അപ്പന്മാരുടെ പേര് ആൻ്റണി എന്നാണ്. അപ്പം അമ്മ പറഞ്ഞു ആൻ്റണി നിട്ടാൽ പോരുന്നു, ആൻ്റണി ഡോൺ പോരായിരുന്നു, അന്തോണിച്ചാന്ന് വീട്ടിൽ വിളിച്ചുകൂടായിരുന്നോ? ഓരോരോ കോമഡി. നീ ആരോട് വെച്ചിട്ട് ചാക്കോ നിട്ട്? ഞാൻ പറഞ്ഞു പേരവകാശിയില്ല, എന്തിട്ട് പേരവകാശി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അമ്മ ഇങ്ങനെ കുറേ. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കൊരു പെങ്കൊച്ചായിരുന്നെങ്കിൽ അമ്മയുടെ പേരല്ലേ ഞാൻ ഇടണ്ടേ? അമ്മയുടെ പേരല്ലല്ലോ, മമ്മിയുടെ പേരപ്പം ഇടാം, മേരി എന്നാന്ന് തോന്നില്ല. ഇനി എന്തായാലും കുട്ടികളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, അന്ന് തന്നെ ഒരു ടേബിളിൽ വെച്ച് ഇങ്ങനെ നമ്മൾ പ്രസവം നിർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ആങ്കൊച്ചല്ലേ. സോമൻ ഡോക്ടർ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും ഓർക്കുക. കാരണം ഡിവൈന് ബോയ് ബേബിയാ, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എന്തൊട്ട് കുഴപ്പം, ഹെൽത്തി ആണല്ലോ, അതറിഞ്ഞാൽ മതി. ഡോൺ ചേട്ടൻ ഓക്കെ ആണെന്നാണ് ഞാൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നിർത്താം. ഇപ്പം ഞാൻ ഖേദിക്കുന്നു, നിർത്തിയാൽ മതിയായിരുന്നു. കാരണം നമ്മൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ്. പിന്നെ നമ്മളെക്കാളും ക്യൂരിയോസിറ്റി ആൾക്കാർക്കാണ്. അയ്യോ ഇനിയൊരു കുട്ടിയോ? ഞാൻ പറഞ്ഞു ഇത് കുട്ടി വേണമെന്ന് പറഞ്ഞാലും എനിക്ക് കുട്ടി വേണ്ട ഇനി.
കാരണം നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ഔട്ടാണ്. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. സോ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടാണ്. ഇനി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സെറ്റിലാവുമ്പോൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അപ്പം ആലോചിക്കാം. പക്ഷേ ആസ് പ്രസൻറ്റ് സ്റ്റേജിൽ എന്നോട് ഇപ്പോഴും കുറേ പേര് ചോദിക്കാൻ ചാക്കോനെ ഇങ്ങനെ പെൺകുട്ടിയാക്കാതെ അടുത്തൊരു കുട്ടിക്ക് ട്രൈ ചെയ്തു. അടുത്തൊരു കുട്ടിയെന്ന് കേൾക്കുമ്പോൾ ഇവർ കാണിക്കുന്ന കുറുമ്പ്, ഇവിടുത്തെ കോലാഹലം ഓർക്കുമ്പോൾ മതി എന്ന് തോന്നുന്നുണ്ടോ. പക്ഷേ കുട്ടികളില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമം വരും. പക്ഷെ കുട്ടികളുള്ളവർക്ക് നമുക്കത് പറയുമ്പം അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. പിന്നെ മോറോവർ എനിക്ക് രണ്ടും സിസേറിയനാണ്. ഇനി അടുത്തൊരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മൾ റിസ്ക് എടുത്ത് ഞാൻ ഒന്നിനുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയ്ക്കും സ്ട്രെസ്ഡ് ഔട്ടാണ്. എനിക്ക് ടൈമില്ല, എനിക്കായിട്ട് ടൈമില്ല. കുറേ പേര് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് സൗണ്ട് പോണതിന് മെയിൻ സംഭവം അതാണ്. സംഭവം ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ശേഷം അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളില്ല. അലച്ചലച്ചെൻ്റെ ശബ്ദം പോവാണ്. ഞാൻ പറഞ്ഞു എന്തിനാ ദൈവമേ. പക്ഷേ ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പം കഴിയും. പിള്ളേർ ഒപ്പം വളർന്നു വരികയാണ്. ഞാൻ അതും ആലോചിക്കാറുണ്ട് കേട്ടോ. ഒപ്പം വളർന്നു വരുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെസ് ഔട്ടില്ല. പിന്നെ ആൺപിള്ളേരായതുകൊണ്ട് പഠിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ നല്ല പ്രായത്തിൽ ഇന്നത്തെ കാലത്ത് 30ക്ക് മുമ്പ് ഒരു കുട്ടിയെങ്കിലും ആയാൽ വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ചിലർ പറയും PCOD അത്ര വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നാത്തത് എൻ്റെ കുറ്റമല്ല. പക്ഷേ അത് കാരണം സഫർ ചെയ്യുന്ന മിനിമം ഒരു 25 പേരെ എനിക്ക് ഇന്നറിയാം. കാരണം യൂട്യൂബ് വഴിയും പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരും കുറേ പേരുണ്ട്. കല്യാണം കഴിഞ്ഞു, ചിലപ്പം പീരിയഡ്സ് റെഗുലർ ആയിരിക്കും, പക്ഷെ കുട്ടികളില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. എനിക്ക് ഒരു മെഡിസിൻ പോലും കൺസീവ് ആവാൻ വേണ്ടി ഹോർമോണോ അങ്ങനെ ഒരു സാധനവും ഞാൻ എടുത്തിട്ടില്ല. അതിന് ദൈവത്തിന് അറിയാം. എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് വന്നാൽ എനിക്ക് എടുത്തെറിയാൻ കാശുമില്ല. എനിക്ക് എൻ്റെ വീട്ടുകാരെ ഞാൻ എന്ന് വെച്ചാൽ ഡോൺ ചേട്ടൻ നോക്കില്ലെന്നല്ല, പക്ഷെ നമുക്കൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആവും. നമുക്ക് പിന്നെ നാട്ടുകാർ ചോദ്യം കുട്ടികളായില്ലേ, കുട്ടി വേണ്ടേ. അവർക്കറിയില്ല. ഈ ചോദിക്കുന്നവരോട് ഇങ്ങനെ കുട്ടി ആയില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ശരിക്കും ദേഷ്യമാണ്. മീൻസ് കുട്ടികളില്ലാത്തവരോട് ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. അവർ എന്തോരം അതിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരിക്കും. ചിലർക്ക് ഇഷ്ടമില്ല. ഞാൻ പറയും ഇഷ്ടമില്ലാത്തൊരു ഒരിക്കലും ലൈഫിൽ കൊണ്ടുവരരുതെന്ന് ഞാൻ പറയും കേട്ടോ. ഒരിക്കലും കുട്ടീനെ ഇഷ്ടമില്ലെങ്കിൽ ആൾക്കാരുടെ നിർബന്ധത്തിന് ഒരിക്കലും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാണ്ടിരിക്കുക. അത് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിന് തുല്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടാകുമെന്ന് കുട്ടിയോട് ചെയ്യരുതെന്ന് ഞാൻ പറയും. പിന്നെ കുട്ടികളെ വളരെ സന്തോഷത്തിൽ നമ്മൾ അപ്പനും അമ്മയും സന്തോഷം കാണിച്ചാലേ ആ കുട്ടികൾക്ക് സന്തോഷമാവുള്ളൂ. കുട്ടികൾക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ എന്താണ് സ്നേഹം, എന്താണ് സന്തോഷം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അതൊക്കെ നിങ്ങൾക്കും പറ്റട്ടെ. കുട്ടികളില്ലാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്കും എന്തെങ്കിലും ദൈവം ആ ഒരു ബ്ലെസ്സിങ് തന്നിരിക്കും. ഞാനാ പറയണത്. കാരണം എൻ്റെ പ്രശ്നം എനിക്കറിയുള്ളൂ അല്ലേ. പുറത്ത് കാണുന്നവർക്ക് ചക്ക അതൊന്നും കാര്യമില്ല. നമ്മുടെ വിഷമം നമ്മുടെ മാത്രമാണ്. അതെത്ര പറഞ്ഞാലും ഒരു പട്ടിക്കുഞ്ഞിന് മനസ്സിലാവില്ല. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക ഉള്ള ടൈം. പിന്നെ ഞാൻ പറയും, ഇപ്പം നിങ്ങൾ കുട്ടികളിൽ 1 വർഷമായി 2 വർഷം വിഷമിക്കേണ്ടത് നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് മാക്സിമം ടൈം ചിലവഴിച്ചോളൂ. പിന്നെ ഹസ്ബൻഡ് ടൈമും ടൈമും ഒന്നും നമ്മൾ ശ്രമിച്ചാൽ കിട്ടില്ല. സ്പേസ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പറയാറില്ലേ, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്പേസേ ഇല്ല. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്ന് കഴിക്കുക, മിണ്ടുക, ഉറങ്ങുക, ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ കുട്ടികളില്ലാത്തവരോട് ആരെങ്കിലും എന്നോട് വന്ന വിഷമം പറഞ്ഞാൽ ഞാൻ പറയും, വിഷമം വരും ഒബ്വിയസ്ലി, പക്ഷേ ഹസ്ബൻഡുമായിട്ട് ഈ സമയം എൻജോയ് ചെയ്തോ. കുട്ടികളായി കഴിഞ്ഞാൽ ഈ സമയമൊന്നും കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന സ്നേഹം പോലും അപ്പോൾ കുറഞ്ഞു പോകും. അത് കുറയാണ്ട് നോക്കണം. പക്ഷേ അതൊരു പ്രകൃതി നിയമമാണ് കുറഞ്ഞു പോവുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുമ്പം നിങ്ങളുടെ സമയം കുട്ടികളില്ലാത്തവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം ഒന്നിച്ച് സന്തോഷിച്ച് ഇരിക്കുക. ദൈവം അതാത് സമയത്ത് തരും. നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങൾ ശാപം കിട്ടിയവരോ ഒന്നുമല്ല. ദൈവം വേറെ രീതിയിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യും. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതൊരു കുറ്റമോ കുറവോ ഒന്നുമല്ല. നമ്മളെ ഇങ്ങനെ ആക്കിയെടുത്തത് മുകളിലിരിക്കുന്ന ആളല്ലേ. അപ്പോൾ ആൾക്കറിയാം നമ്മളെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആൾ നമുക്കെല്ലാം വ്യക്തമായ സമയത്ത് തക്ക സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തുന്നതായിരിക്കും. ഒന്നും ഓർത്തും ആരും വിഷമിക്കേണ്ട. അപ്പോൾ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഇപ്പം തന്നെ വിഷ് ചെയ്ത് തുടങ്ങും. അതിന് മുമ്പ് ഞാൻ താങ്ക് യു പറയാണ്. നിങ്ങളുടെ ചാക്കോച്ചന്
വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് നാളെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.